ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പര നമ്മൾ വായിച്ചില്ല അങ്ങേ വീഡിയോയിൽ. ഇനി കേൾക്കി, ഇസ്മായിൽ നബിയിലൂടെയാണ് വരുന്നത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. നമുക്ക് ആ മക്കൾ നോക്കുക. നാബിത്ത് വഖാന അക്ബറഹും, ഉപർ മക്കൾ വലിയ മകനാ. ഈ നാബിത്തിലൂടെയാണ് റസൂലുള്ളാഹി തങ്ങളെ വരവ്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞല്ലോ, മാഷാ അല്ലാഹ്. ഇനി അടുത്ത് ഖൈദർ, ലബ്തൊക്കെ ഇഖ്തിലാഫ് ഉണ്ടാവും. അദ്ബൽ, മബ്ഷ, മസ്മഅ, മാഷി, ദമ്മ, അദർ, ത്വയ്മ, യതൂറ, നബ്ഷ്, ഖൈദുമ, ഇങ്ങനെ 12 മക്കളായിരുന്നു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. മാഷാ അല്ലാഹ്. എന്നാ ഇവരൊക്കെ ഉമ്മാരാ? ഉമ്മുഹും റഅലത്തു ബിന്തു മുലാൽ, അല്ലെങ്കിൽ മിലാൽ, വൈകാലു മിലാൽ, ജുർഹുമിയായ, ജുർഹും കബീലയിൽപ്പെട്ട മിലാൽ എന്നയാളുടെ മകൾ റഅലത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഈ 12 മക്കളെയും ഉമ്മയാണ് റഅലത്ത് ബീവി. അപ്പോൾ റഅലത്ത് എന്ന ഉമ്മ റസൂലുള്ളാഹിന്റെ വല്യമ്മയാണ്. കാരണം ഇസ്മായിൽ നബിയുടെയും റഅലത്ത് ബീവിയുടെയും മകനാണല്ലോ നാബിത്ത് എന്നവർ. മാഷാ. അപ്പോൾ ഇസ്മായിൽ നബിയുടെ 12 മക്കളിൽ നാബിത്ത് എന്ന മകനിലൂടെയാണ് റസൂലുള്ളാഹി തങ്ങളെ വരവ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉംർ, ആയുഷ്കാലം, കാന ഉംറു ഇസ്മായില ഫീമാ യദ്കുറൂന, എത്ര? 100 സനത്തിൻ വ സലാസീന സന, 130 വയസ്സാണ് ബഹുമാനപ്പെട്ടവർ. സുമ്മ മാത റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈഹി, പിന്നെ മഹാൻ വഫാത്തായി. എവിടെയാണ് മറവ് ചെയ്തത്? മക്കത്ത്. മക്കത്തവിടെ കഅബാലയം, അതായത് ആദ്യം കഅബയായിരുന്നു, ഇപ്പോഴും കഅബ തന്നെയാണ്. കഅബയുടെ ബിൽഡിങ്ങിൽപ്പെട്ട ആയിരുന്നു. പിന്നെ രണ്ടാം പണിക്ക് പിന്നെ പണി ചെയ്തപ്പോൾ കുറച്ച് കമ്മിയായപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കിയാണല്ലോ. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന അവിടെയാണ്. അവിടെ മൂപ്പരുണ്ടേ അല്ലേ. വദുഫിന ഫിൽ ഹിജ്ർ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറമാടപ്പെട്ടു ഹിജ്റിലാണ്. ആരോടുകൂടെ? മഅ ഉമ്മിഹി ഹാജർ. അപ്പോൾ ഹിജ്റിൽ ആ കെട്ടിൽ, കഅബാലയത്തിൻ്റെ ആ സ്വർണ്ണപ്പാത്തി ഉണ്ടല്ലോ, അതായത് ഇത് കെട്ടാണല്ലോ, അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഹാജറ ബീവിയും റളിയല്ലാഹു അൻഹുമ അവിടെ ഉണ്ട്. റഹിമഹുമുല്ലാഹ്. മാഷാ അല്ലാഹ്. പിന്നെ ഹാജർ എന്നുണ്ട്, ആജർ. ഹായിൻ്റെ പല അംസയ്ക്കിടെ ഉച്ചാരണങ്ങളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈജിപ്തുകാരോട് അഥവാ മിസ്റുകാരോട് പ്രത്യേക ഒരു ബന്ധം. റസൂലുള്ളാഹി തങ്ങളുടെ പ്രവചനമുണ്ട്, ഇദഫ്തതഹ്തും മിസ്ർ, നിങ്ങൾ ഈജിപ്തിനെ കീഴടക്കുമ്പോൾ, ഫത്ഹാക്കുമ്പോൾ, ഫസ്തൗസൂ ബി അഹ്ലിഹാ ഖൈറാ, അതിൻ്റെ അഹ്ലുകാരോട് നിങ്ങൾ
ഖൈറിനെ വസിയത്ത് ചെയ്യണം, നല്ല ചേൽക്ക് നിൽക്കണം. കാരണം ഫഇന്ന ലഹും ദിമ്മത്തം വറഹിമ, അവർക്ക് ഒരു ദിമ്മത്തും റഹിമുമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ആണിത് പറയുന്നത്. അങ്ങനെ വന്നിട്ട് അതിലുണ്ട് ചോദ്യം, മർ റഹിം, എന്താണ് ആ റഹിം? അല്ലത്തി ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല കാനത്ത് ഹാജറു, റസൂലുള്ളാഹി തങ്ങളെ വെല്ലിമ്മ അഥവാ ഇസ്മായിൽ നബിൻ്റെ ഉമ്മ മഹദി മിൻഹും, മിസ്റുകാരിൽപ്പെട്ടവരായിരുന്നു. മാഷാ അല്ലാഹ്, കണ്ടോ എത്രയോ അങ്ങുള്ള വെല്ലിമ്മ. 28ാമത്തെ 29ാമത്തെ അമ്മയാണ് റസൂലുള്ളാഹി തങ്ങളെ. ഓല നാടോടെയാണ് ഈജിപ്തിൽ, മിസ്റിൽ. അത്രയും ദൂരമുള്ള ഉമ്മാൻ്റെ നാട് മിസ്റായതുകൊണ്ട് റസൂല പറയാ, നിങ്ങൾ നല്ല ചെറുക്ക് നിൽക്കണം കേട്ടോ. മിസ്ർ കീഴടക്കുമ്പോൾ എൻ്റെ വെല്ലിമ്മാൻ്റെ നാടാണത്. മാഷാ അല്ലാഹ്. മറ്റേ പെടലുണ്ട് ഫഇന്ന ലഹും നസബം വസിഹ്റ, നസബും ഓലായിട്ടുണ്ട്, പക്ഷേ കെട്ടുബന്ധമുണ്ട്. എന്താ കെട്ടുബന്ധം? ഉമ്മു ഇബ്രാഹിമ മാരിയത്തുൻ, മാരിയത്ത് ബിയാണല്ലോ, മാരിയത്തിലേക്ക് പറ്റിയ ഇബ്രാഹിം നബി എന്ന റസൂലുള്ളാഹിന്റെ മോൻ്റെ ഉമ്മ മാരിയത്തിൽ കിബ്തിയെയും എവിടുന്നാണ്? ഈജിപ്തുകാരിയാണ്. അപ്പം കെട്ടുബന്ധുണ്ട്, അടിമയ ബന്ധനെ അടിമയാണ്. ആ ബന്ധുണ്ട്, പിന്നെ നസബുണ്ട്. മാഷാ അല്ലാഹ്. അപ്പം നമുക്ക് പാടുണ്ടായില് നമ്മളറിയും അത് വാപ്പാനമ്മാൻ്റെ സ്ഥലമാണ്, അത് ഉമ്മാനമ്മാൻ്റെ സ്ഥലമാണ്, ഞമ്മക്ക് ബന്ധമൊന്നുമില്ലാത്ത പോലെ. അപ്പം നമ്മളെ മാതാപിതാക്കളുടെ തറവാട് നസബ് ശരിക്കും കൃത്യമായി പഠിക്കണം. എന്നിട്ട് ബന്ധങ്ങൾ സുദൃഢമാക്കണം, ബന്ധങ്ങൾ പുതുക്കണം.